എന്നും ഒരേ രീതിയിൽ മുട്ടക്കറി കഴിച്ചു മടുത്തെങ്കിൽ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കാം മറക്കരുത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവോള, എരിവിനാവശ്യമുള്ള പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ ഈ ഒരു മുട്ടക്കറിയിലേക്ക് വേണ്ടി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട വരയിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തേങ്ങ അരച്ചതും മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പുഴുങ്ങിയ മുട്ടയും മല്ലിയിലും ചേർത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കാം. അടിപൊളിയാണ്. വെള്ളക്കടല കൊണ്ട് ഇത്രയും രുചിയുള്ള കറി നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു കടല ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിക്കും, അത്രക്കും ടേസ്റ്റാണ്. ഒരു കപ്പ് കടല കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 സവോള, 3 പച്ചമുളക്, ഒരു കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഏലക്ക, പട്ട, ഗ്രാമ്പു, വലിയ ജീരകം എന്നിവ ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് കടലയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഒരു 10 കാഷ്യൂനട്ടും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കിഴങ്ങൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രുചിയും മണവും കിട്ടാനാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി വെള്ളക്കടലക്കുറുമ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള വെറൈറ്റി ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുഴുങ്ങി വെച്ച മുട്ടയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു അരക്കപ്പ് തൈരിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തൈര് പുളി കുറവുള്ള തൈര് വേണ്ടിട്ട് എടുക്കാൻ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് തൈരും കുറച്ച് വെള്ളം എടുത്താൽ മതി. പുളി കൂടിപ്പോയാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. തൈരിൻ്റെ ചെറിയൊരു പുളിയും ആ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു കറിയുടെ വെറൈറ്റി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ ഒരു മസാല നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങാം. നല്ല ടേസ്റ്റാണ്. ചോറിലേക്കും ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടുപ്പിച്ചിട്ട് ആവിയൊക്കെ പോയ ശേഷം ഇത് തുറന്നു നോക്കാം. കറി വെക്കുമ്പോൾ ചെറുപയർ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവോളയുടെ 1/4 ഭാഗം കട്ട് ചെയ്തതും കുറച്ച് കരിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു കുഞ്ഞു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളയും തക്കാളിയും ഒന്നും ഇതിലേക്ക് ഒരുപാട് വേണ്ട കേട്ടോ. തക്കാളിയൊക്കെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറുപയറിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നു. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു മസാലപ്പൊടികളും ചെറുപയറൊക്കെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാല ഇതുപോലെ അവസാനം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു ചെറുപയർ കറിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചോറിലേക്കും ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് രാവിലെ അപ്പമോ ചപ്പാത്തിയോ എന്തായിക്കോട്ടെ ഇതുപോലൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അടിപൊളിയാക്കാം. വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു തവണ നിങ്ങൾ രാവിലെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം.
അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കിഴങ്ങ്, വലിയൊരു കിഴങ്ങ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കിഴങ്ങാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. ഇനി ഒരു വലിയ ക്യാരറ്റും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീൻസോ അതല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത്. ആ ഒരു 3 വിസിലാകുമ്പോൾ തന്നെ ഈ കുക്കറിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാനത് കുതിർത്തിട്ടൊന്നുമില്ല. ഈ ഒരു മിക്സിയിൽ നല്ല പോലെ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇതുപോലെ അരഞ്ഞു കിട്ടാത്ത മിക്സി ആണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. ഇനി അത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവോളയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റി ബ്രൗൺ നിറാക്കി എടുക്കൊന്നും വേണ്ട. ആ സവോള ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ അളവിലൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പട്ടാണിയും കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു വഴറ്റി എടുത്തിട്ടുള്ള മസാലകളും ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടൊക്കെ ചേർത്ത് അരച്ചു കൊടുത്ത തേങ്ങ ആയതുകൊണ്ട് നല്ല തിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. വെട്ടി തിളപ്പിച്ചെടുക്കരുത്. ചെറുതായി തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇവിടെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, പക്ഷേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊരു തവണ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയും നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 കിഴങ്ങ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളിയും ഒരു സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 4 വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 3 വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയ ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്കായാൽ മതിയാവും കേട്ടോ. ഒരുപാട് കുക്കായി ഉടഞ്ഞു പോവരുത്. ഇതുപോലെ ഒന്ന് കുക്കായാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
ഒരു കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുറുകിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് കറിയിൽ മിക്സായിട്ട് കറി നല്ല തിക്കായിട്ട് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 മിനിറ്റ് തിളപ്പിച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഈ ഒരു സിമ്പിൾ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടേതാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറിയാണിത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ട് കറിയോട് കൂടെ ചേരും കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. ആവിയൊക്കെ പോയ ശേഷം കുക്കർ ഇവിടെ തുറന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം മാത്രം കടുക് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കടുക് ഇട്ട് താളിക്കുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ആ ഒരു മസാലക്കൂത്തൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കറിയാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്